ഞങ്ങൾ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് UDF. ആര്യാടൻ ഷൗക്കത്ത് വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന കാര്യത്തിൽ തികഞ്ഞ ആത്മവിശ്വാസമാണ്. ഇന്നലെ പ്രിയങ്കാജിയുടെ സന്ദർശനത്തോടുകൂടി ആത്മവിശ്വാസം ഒന്നുകൂടി ഇരട്ടി കണ്ട് വർദ്ധിച്ചിരിക്കുകയാണ്. എല്ലാ ഘടകങ്ങളും UDFന് അനുകൂലമാണ്, സർക്കാരിനെതിരാണ്. വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിക്കും. 10,000. മറ്റൊരു പാലക്കാട് ആരെങ്കിലും പറയോ വർഗീയവാദികളുടെ വോട്ട് വേണമെന്ന്? ആരെങ്കിലും പറയോ? മറ്റൊന്ന്, ഇന്നലെ UDFന്റെ പ്രിയങ്കാഗാന്ധിയുടെ പരിപാടികളിലൊക്കെ വലിയ ജനക്കൂട്ടമുണ്ട്. സമാനമായി കോൺഗ്രസ് സ്ഥാനാർത്ഥി PV അൻവറിന്റെ പരിപാടിയിൽ ജനക്കൂട്ടം കാണുന്നു. ആശങ്കയുണ്ടോ? വോട്ടെണ്ണുമ്പോൾ നിങ്ങളുടെ ആശങ്ക മാറും. ഒരാശങ്കയില്ല. നിലമ്പൂര് UDF. നിങ്ങൾ പാലക്കാട് എന്തായിരുന്നു പറഞ്ഞ? ആശങ്കയല്ലേ പറഞ്ഞേ? രാവിലെ ഇവിടെ നിൽക്കുന്നില്ലേ? ആശങ്ക മാറ്റി തന്നില്ലേ? ദാറ്റ് വിൽ റിപ്പീറ്റ് ഇൻ നിലമ്പൂർ ഓൾസോ. റോഡ് ഷോയിൽ വോട്ടായോ? ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. കമ്പാരിസന് പോലും അത് അവസരം നൽകുന്നില്ല. ഒരിക്കലും ഒരു ഫാക്ടർ അല്ലല്ലോ. എന്തുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത്? എന്തിനാ രാജിവെച്ചേ? രാജിവെക്കുമ്പോൾ പറഞ്ഞ എന്താ? നീ മത്സരിക്കുന്നില്ലെന്നാ? എന്തെല്ലാം നിലപാട് മാറ്റി മാറ്റി പറഞ്ഞു. ദാറ്റ്സ് നോട്ട് എ ഫാക്ടർ അറ്റ് ഓൾ. ഒരു സർക്കാരിനെതിരെയുള്ള വികാരം അൻവറിന് വോട്ടായി സമാഹരിക്കാൻ കഴിയില്ല. നിങ്ങൾ ഈ ചോദ്യം തന്നെ ചോദിക്കാൻ പാടില്ല. ആരാണ് കേരളത്തിലെ സർക്കാരിനെതിരായി നിൽക്കുന്ന രാഷ്ട്രീയ ശക്തി? നിയമസഭയ്ക്കകത്ത് മാത്രമല്ല, ജനങ്ങൾക്കത് നന്നായിട്ട് അറിയാമല്ലോ. ചേലക്കര മത്സരിച്ചുള്ള അൻവറിന്റെ സ്ഥാനാർത്ഥി. വാട്ട് വാസ് ദ ഇമ്പാക്ട്? That will be repeated here also. Thank you.